Good morning, student one and all. Come back to my classroom cooperative law. Yesterday, we have posted a materials related with the cooperative movement in India. And capture the idea of a cooperative movement in India in earlier period. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള സ്റ്റാർട്ടിങ് ചാപ്റ്റേഴ്സിൻ്റെ മെറ്റീരിയൽസ് എല്ലാവരോടും അതൊന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും റീഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ യൂറോപ്യൻ കൺട്രീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഏഷ്യൻ കൺട്രീസിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ബ്രിട്ടീഷിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഒക്കെ ഡെൻമാർക്ക് പോലത്തെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ അവിടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് വോളണ്ടറി മൂവ്മെൻ്റ് ആയിട്ട് അവിടുത്തെ ആ ഒരു കോപ്പറേറ്റീവ്സ് തന്നെയാണ്, ആ മെമ്പേഴ്സ് തന്നെയാണ് അതിന് ഇനീഷ്യേറ്റ് ചെയ്തതും അതിൻ്റെ സ്റ്റാർട്ടപ്പ് ചെയ്തതും. ആ കോപ്പറേറ്റീവ് സ്പിരിറ്റോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്തപ്പോഴാണ് ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് യൂറോപ്യൻ കൺട്രീസിൽ വെരി സക്സസ് ആയിട്ട് മാറിയത്. അത് ജർമ്മനിയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ മൂവ്മെൻറ്റ്സും അവർ വോളണ്ടറി മൂവ്മെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഏഷ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ അവിടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് നേരെ റിവേഴ്സ് ഓർഡറിലാണ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഗവൺമെൻറ് ജസ്റ്റ് സ്പോൺസേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ദ മൂവ്മെൻറ്റ് ബട്ട് ഓൾസോ നച്ചേർഡ് ഇറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ നട്ടു വളർത്തുകയും ചെയ്തത് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റ് നേരെ റിവേഴ്സ് ഓർഡറിലാണ് ഇന്ത്യൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസിൽ എല്ലായിടത്തും എസ്പെഷ്യലി ഇന്ത്യയിലും വന്നിരിക്കുന്നത്. അതായത് ആദ്യം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗവൺമെൻറ് കൊണ്ടുവരികയും ആ ഒരു ആക്ടിൻ്റെ കീഴിൽ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രജിസ്റ്റർ ചെയ്യിക്കുകയും, അതായത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് തന്നെ അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രജിസ്ട്രേഷൻ നടത്തുകയും ആ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം കോപ്പറേറ്റീവ് സ്പിരിറ്റുള്ള മെമ്പേഴ്സിനെ അതിൽ ഇൻക്ലൂഡഡ് ചെയ്യിക്കുക, ആ പ്രവർത്തനത്തിൽ ഇൻക്ലൂഡഡ് ചെയ്യിക്കുകയായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏഷ്യൻ കൺട്രീസിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് മൂവ്മെൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് ടൈമിലൊന്നും ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് അത്രത്തോളം സക്സസീവ്നെസ് ഉണ്ടായിരുന്നില്ല. കാരണം ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് സർക്യൂട്ടിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം ഒരുപാട് വർഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം കോളനിയായിട്ട് നിന്നിരുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഫസ്റ്റ് ഡച്ചുകാർ, പിന്നീട് പോർച്ചുഗീസുകാർ, പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയെ കോളനിയാക്കി ഭരണം നടത്തിയിരുന്നു. നമ്മൾ ഓൾറെഡി അത് പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് നമുക്കറിയാം. കോളനിയുടെ ബേസിക് എയിം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കോളനിയായിട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങളിലുള്ള അസംസ്കൃത വസ്തുക്കളും റോ മെറ്റീരിയൽസും മറ്റു വിശേഷ ഗുണങ്ങളുള്ള വസ്തുക്കളൊക്കെ അവർ ചൂഷണം ചെയ്ത് അവരുടെ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പറയുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തൊട്ടിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബ്രിട്ടൻസ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കളായിരിക്കുന്ന പലവ്യഞ്ജനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യാണ്, ചണം അതേപോലെ നീലം പോലത്തെ പ്രൊഡക്ഷൻ നടത്തും. നമുക്കറിയാം ഇന്ത്യ കാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ 65% പീപ്പിൾസും കാർഷിക വൃത്തിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മുമ്പൊക്കെ അതിൽ കൂടുതലും കർഷകരായിരുന്നു. അപ്പോൾ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവർ ബ്രിട്ടനിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു വ്യവസ്ഥതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു ജമീന്ദാർ സിസ്റ്റം, മഹൽവാരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുടിയാൻ ജന്മിത്ത കുടിയാൻ നിയമം, ആ ഒരു സിസ്റ്റമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിൽ അല്ല ഒരു ഏരിയാസിലുള്ള ഭൂമികളൊക്കെ ഒരു വ്യക്തിക്ക് പതിച്ച് നൽകുകയും അതിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് താണജാതിയിലുള്ള ആൾക്കാരൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വരികയും അവർ കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് കിട്ടുന്ന രൂപത്തിലായിരുന്നു അന്നത്തെ സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ ഒരു കൊളോണിയൻ വൽക്കരണം വരുന്നത് വരെയുള്ള ഒരു ടൈമിനാണ്. അതായത് ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തുന്ന ആൾക്കാർക്ക് ജന്മിപ്പട്ടം നൽകുകയും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കരം കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ചൂഷക സിസ്റ്റമായിരുന്നു, അല്ലെങ്കിൽ കർഷകരെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്ന രൂപത്തിലായിരുന്നു അന്നത്തെ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു വശവും കൂടി വന്നത് ബ്രിട്ടൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോകും. കുറഞ്ഞ പൈസ കൊടുത്തിട്ട് കർഷകരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവർ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഉൽപ്പന്നത്തിൻ്റെ കമ്പോളമായിട്ട് ഇന്ത്യയെ തന്നെ അവർ കൊണ്ടുവരിക. അതായത് അവർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അത് വിൽപ്പന നടത്തുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നും പറഞ്ഞിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയപ്പോൾ അതുവരെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് കോളനിയാണെങ്കിലും ആ കോളനിയുടെ ഭരണം നടത്തിയിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു, ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. അവരാണല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടനിലെ രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും അവർ വൈസ്രോയി അല്ലെങ്കിൽ പ്രഭു അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അവരെയൊക്കെ ഇന്ത്യയിലേക്ക് അതിനു വേണ്ടിയിട്ട് നിയമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ബ്രിട്ടൻ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഈ 57 ശേഷം ഇവരുടെ ഇന്ത്യയിലെ കാർഷിക വൃത്തി അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ബേസ്ഡുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊവൈഡ് ചെയ്യുകയും പല പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അപ്പോൾ അവർക്ക് കൊടുക്കുക എന്നുള്ള സംഭവം, അതായത് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവുള്ള നിശ്ചിതമായ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ അത് ഒരിക്കലും ആ ഒരു കൃഷി വ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡ് റിഫോംസിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലേക്ക് കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായപ്പോൾ അത് അവർക്ക് പ്രോബ്ലംസ് അറൈസ് ചെയ്യാൻ അവരുടെ പ്രോവർട്ടിയിലേക്ക് വന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് റോ മെറ്റീരിയലൊക്കെ കുറഞ്ഞ വിലക്ക് കളക്ട് ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനോട് ഒരിക്കലും നമ്മുടെ കൈത്തറികളിലും മറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റും അല്ലെങ്കിൽ വിലയിൽ നല്ല വ്യത്യാസം വരും. അങ്ങനെ കമ്പോളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ലാൻഡിൻ്റെ ബേസിൽ ലോണ് കൊടുക്കുന്ന നമ്മളല്ലേ പല ബ്ലേഡ് എന്നൊക്കെ പറയല്ലേ, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾക്കാർ വരികയും അവർ ഉയർന്നു വരികയും അവർ കൂടുതൽ പലിശയ്ക്ക് പൈസ കടം കൊടുക്കുകയും കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇന്ത്യയിലെ കർഷകരുടെ സാമ്പത്തിക ഭദ്രതയിലെ സാമ്പത്തിക നില വളരെ വളരെ ശുഷ്കിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ അടിച്ചമർത്തപ്പെടുമ്പോൾ ആ അടിച്ചമർത്തപ്പെടുന്ന ജനതയിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു വിപ്ലവകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റൂളിംഗ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരികയും അവരുടെ റിഫോംസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സിസ്റ്റവും നടപ്പിൽ വരുത്താനുള്ള ഒരു ടെൻഡൻസി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ ഈ ഒരു ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയിലുള്ള ഒരു കൊള്ളരുതായ്മയും
അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വന്നിരിക്കുന്ന റെയിൻഫാളിൻ്റെയൊക്കെ ഷോർട്ടേജ്, ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ കൂടുതൽ കർഷകരെ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. നമ്മൾ അതിന് കറക്റ്റായിട്ട് ആ ടൈമിലുള്ള ഒരു അവസ്ഥയെ ഒരു പ്രൊവേർബിലൂടെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ഫാമേഴ്സ് ടു ബി ബോൺ ഇൻ ഡെപ്റ്റ്, ലിവ്സ് ഇൻ ഡെപ്റ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെപ്റ്റ് ബിക്കം ട്രൂ ഇൻ ഓൾ റെസ്പെക്ട് ഓഫ് ഫാമേഴ്സ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് ഇന്ത്യയിലൊരു കർഷകൻ കടത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്, കടത്തിലാണ് അയാൾ ജീവിക്കുന്നത്, കടത്തോടു കൂടി തന്നെയാണ് അയാൾ മരിക്കുന്നത്. ഈ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ. ഇന്നും ഒരു പരിധിവരെ അത് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല കാര്യങ്ങളിലും പല വ്യവസ്ഥയിലും പത്രങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകളിലൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരാത്ത കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ ഓവർകം ചെയ്യാനുള്ള ഒരു നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടത്. ദുർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനീഷ്യേഷൻ ഒരിക്കലും സക്സസീവ് ലെവലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും അതൊരു വശം നിൽക്കട്ടെ. പിന്നെ ഈ ഒരു സിസ്റ്റത്തെ അബ്സ്യൂട്ട് ഫ്രസ്ട്രേഷൻസ് വരുന്നതുകൊണ്ട് ഈ റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ റൂൾ, അതാണ് നമ്മുടെ ഫ്രസ്ട്രേഷൻസ്. ഈ ഒരു ഫ്രസ്ട്രേഷൻ സാഹചര്യം അല്ലെങ്കിൽ മാനസികാവസ്ഥയിൽ നിന്ന് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ റൂള് വന്നു. അപ്പോൾ ഈ റൂള് സോഷ്യോ എക്കണോമിക് സനാരിയോസിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം ഇന്ത്യ കാർഷിക വില്ലേജിലാണ് ജീവിക്കുന്നത്. വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമേ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാകൂ. നമ്മുടെ ഗാന്ധിജിയുടെ ഒക്കെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പം അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവരുടെ അപ്ലിഫ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അണ്ടർടേക്സ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സുകൾ ആദ്യമായിട്ട് അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേജറായിട്ട് പല മൂവ്മെൻറ്റുകളും പല സിസ്റ്റവും നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പലതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സുകളാണ് ഡക്കാവി ലോസ് എന്നറിയപ്പെടുന്ന കുറച്ച് ബേസ്ഡ് സംഭവം. ഡക്കാവി ലോസ് എന്നത് ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 ആദ്യം കൊണ്ടുവന്നത്. അതായത് അഗ്രികൾച്ചറൽ റിലീഫ് ആക്റ്റാണ്, കർഷകർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേസ്. അതുപോലെ പിന്നെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് വന്നു, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട്. ഇങ്ങനെയുള്ള 3 നിയമമാണ് ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് മീൻസ് അതിന് മുമ്പിട്ട് 1858 ഈ വില്യം വേഡ്ബേൺസിൻ്റെ കീഴിൽ അതായത് ഡിസ്ട്രിക്ട് ജഡ്ജാണ് അയാൾ, അഹമ്മദ് നഗറുള്ള അതുപോലെ MG റെനാൾഡിൻ്റെ കേസിലൊക്കെ പല പ്ലാനുകളും കോപ്പറേറ്റീവ് അല്ലെങ്കിൽ അഗ്രികൾച്ചറുടെ ബാക്കപ്നെസ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നെങ്കിലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. ഇത് രണ്ടും അറിയപ്പെടുന്നതാണ് ടക്കാവി ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം വരാറുണ്ട് ഒരു മാർക്കിനൊക്കെ, വാട്ട് ഈസ് ടക്കാവി ലോസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ഇപ്പോൾ ഓർമ്മിക്കുക, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഓഫ് 1884 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ അപ്ലിഫ്മെൻറ്റ് ഓഫ് ദ റൂറൽ പീപ്പിൾസ് അല്ലെ വില്ലേജേഴ്സ് ഓർ അഗ്രികൾച്ചറിസ്റ്റ്. ഈ 2 ലോസുമാണ് കോമൺലി നോൺ ആസ് ടക്കാവി ലോസ് എന്ന്. ആൻഡ് അതർ റിലീഫ് മെഷേഴ്സ് were found to be highly incommensurate in the coping with the step-downs and complex problems of rural independence എന്നാണ് പറയുന്നത്. ഈ ടക്കാവി ലോസോ മറ്റു റിലീഫ് മെഷർമെൻറ്റോ എന്ത് ചെയ്തില്ല, ഒരിക്കലും അല്ലെങ്കിൽ വില്ലേജേഴ്സിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആർട്ടിസൻസിൻ്റെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്നതായിരുന്നില്ല. അപ്പോൾ അതായത് ഈ ലോസിൻ്റെ പ്രകാരം ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് ആണെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആക്ടിൻ്റെ കേസിൽ വരുന്നത്. അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ആണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺസ്. അപ്പോൾ ഈ നിയമങ്ങളൊന്നും അവരുടെ ഡെവലപ്മെൻറ്റിന് സാധ്യമാകാത്ത ഒരു സിറ്റുവേഷൻസ് വന്നപ്പോൾ പിന്നീട് ആ ടൈമിൽ തന്നെയാണ് യൂറോപ്യൻ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ്. അതായത് പയനീർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ബ്രിട്ടനിലാണെങ്കിലും ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറീസ് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ട്
അതിനെപ്പറ്റി പഠനം നടത്താൻ വേണ്ടിയിട്ട് മദ്രാസ് പ്രസിഡൻസിയിലെ, അതായത് അന്ന് നാട്ടുരാജ്യമാണല്ലോ, അന്ന് മദ്രാസ് പ്രസിഡൻസിയിലെ ഗവർണർ എന്ത് ചെയ്തു, 1892 ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന ഒരാളെ ഈ ഒരു സിസ്റ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക്, അല്ലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് അയച്ചു. അപ്പോൾ അങ്ങനെ അയാൾ ഈ ഒരു സിസ്റ്റത്തിനെ പറ്റി, ജർമ്മനിയിലാണ് അയാൾ പോയത്. ജർമ്മനിയിൽ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷൂൾസും അതുപോലെ നമ്മുടെ റഫൈസൺ മോഡൽസ്, അതുപോലെ ഷൂൾസ് മോഡൽസ് പറയുന്ന രണ്ട് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിൻ്റെയും റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി മോഡൽസ് ആണല്ലോ ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. ഓൾറെഡി നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനിയിൽ. അപ്പോൾ അയാൾ പഠനം നടത്തിയിട്ട് 1895 ആദ്യത്തെ റിപ്പോർട്ടും സെക്കൻഡ് വോളിയം, അത് ഫസ്റ്റ് റിപ്പോർട്ട്, സെക്കൻഡ് വോളിയമായിട്ട് 1897 രണ്ടാമത്തെ റിപ്പോർട്ടും അയാൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ മെയിൻ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ റഫൈസൺ മോഡൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് ബെസ്റ്റ് എന്നാണ് അയാളുടെ കണ്ടെത്തൽ. അയാളുടെ കണ്ടെത്തൽ റിപ്പോർട്ട്സിൽ മെയിൻ പോയിൻറ്റ്സ് സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഇതാണ്: The substitutions of organized credit for that of the moneylenders is a necessary development for civilization. The individual system must be eventually passed as a general wealth order, business confidences and habits of business association develop. As to the form, it should be like Nicholson favored to establishment of cooperative societies based on Raiffeisen model. He therefore summed up his report in the two-word "find Raiffeisen." The government, however, took no immediate action on the report, which is submitted in 1895. അതായത് അയാൾ പറഞ്ഞത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് ഇന്ത്യയിൽ അഗ്രികൾച്ചറിസ്റ്റ് നേരിടുന്ന പ്രശ്നം അവർക്കിടെ സാമ്പത്തിക ലഭ്യത ഇല്ലാത്തതാണ്. അതിന് അവരെ ഈ ഒരു ലാൻഡ് ലോഡ്, അല്ലെങ്കിൽ അവർക്ക് കടം കൊടുക്കുന്ന ആൾക്കാർ ഉയർന്ന പലിശ അല്ലെങ്കിൽ കൊള്ളപ്പലിശയൊക്കെ വെച്ചിട്ടാണ് അവർ ലോൺ എടുത്തിട്ടാണ് കർഷകർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പ്രൊഡക്ഷനും അല്ലെങ്കിൽ അത് തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് റഫൈസൺ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അയാളുടെ റിപ്പോർട്ടിന് മേലെ ഒരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് എന്ത് ചെയ്തില്ല, ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്തില്ല. അതിനുശേഷം ഡൂപ്ലെക്സ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ പീപ്പിൾസ് ബാങ്ക് ഇൻ UP, നിക്കോൾസൺസ് എൻക്വയറീസ് വെർ ഇൻ ദ പ്രോഗ്രസ്. മിസ്റ്റർ ഡൂപ്ലെക്സ് ബാങ്ക് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ദ പീപ്പിൾ ബാങ്ക് ഇൻ UP, മെഗ്ലഗാൻ ആൻഡ് കോത്വൈറ്റ് സ്ട്രീറ്റ് സിമിലർ സൊസൈറ്റീസ് ഇൻ മുൾട്ടാൻ ഡിസ്ട്രിക്ട് ഓഫ് പഞ്ചാബ് ആൻഡ് ലയൺ ഇൻ ബംഗാൾ. അങ്ങനെ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ പ്രൊവിൻസിൽ അല്ലെങ്കിൽ അവരവരുടെ ഡിസ്ട്രിക്ട്സിൽ പല ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പീപ്പിൾസ് ബാങ്ക് അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അതിനുള്ള അറേഞ്ച്മെൻറ്റ് നടത്തുകയുണ്ട്. പക്ഷെ അതൊന്നും സക്സസീവ് ആയില്ല. അതിനുശേഷം ഫാമിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യയിൽ ലോക്കൽ അഗ്രികൾച്ചറിസ്റ്റിൻ്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ അവരുടെ പവർഫുൾ സപ്പോർട്ടീവ്നെസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിനെ പറ്റിയിട്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫാമിംഗ് കമ്മീഷൻ 1901 എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു ഗവൺമെൻറ് ടു സെപ്പറേറ്റ് കമ്മിറ്റി അണ്ടർ ദ പ്രസിഡൻഷ്യൽഷിപ്പ് ഓഫ് ശ്രീ എഡ്വാർഡ് ലോയുടെ ചെയർമാൻഷിപ്പിൽ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽഷിപ്പിലായിട്ടാണ് ഈ ഇന്ത്യൻ ഫാമിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ആ ഫാമിംഗ് കമ്മീഷൻസിൻ്റെ റിപ്പോർട്ട്സും എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു അഗ്രിഗേറ്റായിട്ട് ആ ഒരു ഫാമിംഗ് കമ്മീഷൻസിൻ്റെ റിപ്പോർട്ടും വന്നത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് ഫാമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആകുന്ന, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ്നെസ്സിന് ഏറ്റവും ആക്സസബിൾ ആകുന്ന വേ അല്ലെങ്കിൽ സിസ്റ്റം എന്നുള്ളത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങലാണ് എന്നുള്ള ഒരു റിപ്പോർട്ട്സാണ് അയാളും സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നിക്കോൾസൻ്റെ റിപ്പോർട്ട്സും എഡ്വാർഡ് ലോയുടെ റിപ്പോർട്ട്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിൻ്റെ മുകളിൽ, അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫേവറബിളായിട്ട് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ഇന്ത്യയിൽ പാസ് ചെയ്തു. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്.
അപ്പോൾ അത് ചോദ്യം വരാറുണ്ട് അരമാർക്കിനൊക്കെ. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നുള്ളത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. അതിന് ശേഷമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് ഇതിൻ്റെ പേര് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. ഇനി ശരിക്ക് അതിന് ശേഷമുള്ള അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഓവർകം ചെയ്തിട്ട് 1912 അതങ്ങോട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1912 അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്, അത് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് 1912 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ആദ്യത്തെ അതായത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ ഈസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ ഭാഗം വരുന്നതാണ്. കോപ്പറേറ്റ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ഭാഗത്ത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് നോക്കാം. The development and legal basis of cooperative society, Edward Law Committee and Nicholson as one of the members for appointment by the government to examine and recommended a course of action. The Cooperative Societies Bill, based on the recommendations of this committee, was enacted on 25th March 1904. The objective of this act, as stated in the preamble, was to encourage thrift, self-help and cooperation among agriculturists, artisans and persons of limited means. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവാണ് അത് പറയുന്നത്. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ദാറ്റ് ടു എൻകറേജ് thrift, self-help and cooperation amongst agriculturists, artisans and the person of limited means. This act contains only 29 sections. As per the section 1, this act was extended to the whole of the British India. ഈ ആക്ട് 29 ഈ ഒരു ആക്ടിൽ 29 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻസ് പറയുന്നത് ഇതിൻ്റെ വ്യാപ്തി, സ്കോപ്പാണ്. എത്ര ഏരിയ, അതായത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. അതിനുശേഷം പറയുന്ന സെക്ഷൻ 2 സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഡെഫിനിഷനാണ്. എപ്പോഴും ഒരു ലോയിൽ നമ്മൾ പറയുക അങ്ങനെയാണ്. ആദ്യത്തെ കേസ് ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി പ്രിയാമ്പിളൊക്കെ, ആദ്യം പ്രിയാമ്പിൾ മുഖവരിയായിരിക്കും ഉണ്ടാകുക. പിന്നീടുള്ള സെക്ഷൻസിൽ ഇതിൻ്റെ വ്യാപ്തിയും സ്കോപ്പൊക്കെയാണ് പറയുന്നുണ്ടാകുക. രണ്ടാമത്തെ അതിൻ്റെ ആവശ്യകത, ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയൊക്കെ പറയും. പിന്നെ രണ്ടാമത്തെ കേസിൽ ആ ഒരു ടേംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൻ്റെ ഡെഫിനിഷൻസ് ആയിരിക്കും. മൂന്നാമത്തെ സെക്ഷൻ തൊട്ടിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ സൊസൈറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓർമ്മിക്കുക. ഇറ്റ് വാസ് എൻകറേജ് thrift, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ എമംഗ്സ്റ്റ് അഗ്രികൾച്ചറിസ്റ്റ്, ആർട്ടിസൻസ് ആൻഡ് പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്. ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻസ് ആണ്, അത് പഠിച്ചു വെക്കണം. ഇനി സെക്ഷൻ 2 കേസ് പറയുന്ന ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ കീഴിലായിട്ട് 1911 ആകുന്നത് വരെ, രണ്ടാമത്തെ ആക്ട് വരുന്നത് വരെ ഏകദേശം 5321 സൊസൈറ്റീസും 305.006 മെമ്പേഴ്സും അതേപോലെ 203.05 ലാക്ക് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടായിരുന്നു ആ ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലൊട്ടാകെ. പല കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ രജിസ്റ്റർ ചെയ്തു. തുടക്കത്തിലൊക്കെ കുറച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗവൺമെൻറ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഫസ്റ്റ് ജനങ്ങൾ എന്ത് ചെയ്തിരുന്നില്ല, ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരിക്കലും ഇന്ത്യൻ പീപ്പിൾസിൻ്റെ, അഗ്രികൾച്ചറിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നതൊക്കെ ഉള്ള ഒരു ചിന്തയും വിശ്വാസവും ആ ഒരു കൺസെപ്റ്റായിരുന്നു ഇന്ത്യയുടെ അഗ്രികൾച്ചറിസ്റ്റ് ഇടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഭയങ്കര വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഫേവർലി കുറച്ച് കാലം കോപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലീഡേഴ്സിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ കൊണ്ട് 1911 ആകുമ്പോഴേക്ക് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടായി.
ഇനി അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് പറയുന്നത്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ അത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ 1904 അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്നൊക്കെ ചോദിക്കുക. പ്രൊവിഷൻസ് ഇപ്പോൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷൻസ് ഓഫ് ആക്ട് 1904 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേംസാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് ഇതാണ്, എനി 10 person ലിവിങ് ഇൻ ദ സെയിം ഏരിയ ഓർ വില്ലേജ് കുഡ് ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദി എൻകറേജ്മെൻറ്റ് ഓഫ് തിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. ഒന്നാമത്തെ ലക്ഷ്യം പറയുന്നത് ഇതാണ്, ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 10 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് തിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ദ മെമ്പേഴ്സ് എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാൻ വില്ലിങ് ആണെങ്കിൽ, അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണെങ്കിൽ അവർക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ബേസാണ്. രണ്ടാമത്തത്, ചീഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സൊസൈറ്റി വുഡ് ബി എ റൈസ് ഫണ്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആസ് വെൽ ആസ് ലോൺ ഫ്രം നോൺ മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദീസ് ഫണ്ട് ആസ് എ ലോൺ ടു മെമ്പേഴ്സ് ഓർ വിത്ത് ദ പെർമിഷൻസ് ഓഫ് ദ രജിസ്ട്രാർ ടു അതർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് രണ്ടാമത്തെ കേസ് ഇതിൻ്റെ പ്രവർത്തന രീതിയാണ് രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറയുന്നത്. ഒരു വ്യക്തി ഇതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്താൽ അയാൾ മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നത് മെമ്പേഴ്സിൽ നിന്നും മാത്രമാണ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഡെപ്പോസിറ്റായിട്ട്. പക്ഷേ മറ്റുള്ള നോൺ മെമ്പേഴ്സിൽ നിന്ന് ലോണായിട്ട്, ഗവൺമെൻറ്റിൽ നിന്നോ നോൺ മെമ്പേഴ്സിൽ നിന്നോ ലോണായിട്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഇതിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, മെമ്പേഴ്സിന് ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, ഇതിൻ്റെ നെയിം തന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് എയിം ഉള്ളത്. അത് ഇനി പെർമിഷൻ, ഇപ്പോൾ രജിസ്ട്രാറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അടുത്ത കേസ് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ കേസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യുന്നത്, അതായത് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് മെമ്പേഴ്സിൽ നിന്നും മാത്രമാണ്, ലോണായിട്ട് മാത്രമേ നോൺ മെമ്പേഴ്സിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, ഈ ഫണ്ട് ലോണായിട്ട് കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തി എന്തായിരിക്കണം, ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പർ ആയിരിക്കണം. മെമ്പർക്ക് മാത്രമേ എന്ത് കിട്ടും, ലോണ് കിട്ടൂ. അല്ലെങ്കിൽ വിത്ത് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, വ്യക്തികൾക്കല്ല കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ലോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. മൂന്നാമത്തെ ഫീച്ചേഴ്സ് പറയുന്നത് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഈച്ച് പ്രൊവിൻസ്. നമ്മളന്ന് പറഞ്ഞു നാട്ടുരാജ്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഈച്ച് പ്രൊവിൻസ് വേർ ടു ബി അണ്ടർ ദി കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ഓരോ നാട്ടുരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിലും അവിടെ ഒരു കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഉണ്ടാവും. ആ പ്രൊവിൻസിൽ ഫോം ചെയ്യുന്ന എല്ലാ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയും ഈ രജിസ്ട്രാറുടെ കൺട്രോളിന് കീഴിലായിരിക്കും ഉണ്ടാകുക. കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ദി രജിസ്ട്രാർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോമഡ് ഇൻ ദി പ്രൊവിൻസ്. അപ്പോൾ ഓരോ പ്രൊവിൻസിലും കോപ്പറേറ്റീവ് രജിസ്ട്രാറിനെ ഫോം ചെയ്യണം. ആ രജിസ്ട്രാറുടെ കീഴിൽ മാത്രമാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ രജിസ്ട്രാർ എന്നുള്ളത് എല്ലാ പ്രൊവിൻസിലും രജിസ്ട്രാർ ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫീച്ചേഴ്സ്. ആ രജിസ്ട്രാറുടെ കീഴിൽ മാത്രമേ ആ പ്രൊവിൻസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തെ ഫീച്ചേഴ്സ് പറയുന്നത് ദ അക്കൗണ്ട് ഓഫ് ദ സൊസൈറ്റീസ് വേർ ടു ബി ഓഡിറ്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നാലാമത്തെ പോയിൻ്റ് ഇതാണ്, അക്കൗണ്ട്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, രജിസ്ട്രാർ വർഷാവർഷം ഓഡിറ്റ് നടത്തണം. അതിന് ഓഡിറ്റ് ഫീസൊന്നും അവർ ചാർജ് ചെയ്തിരുന്നില്ല. ഇനി അഞ്ചാമത്തെ പോയിൻ്റ് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് അത് 2 തരത്തിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ സൊസൈറ്റീസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് പറയുന്ന ഒരു റൂറൽ സൊസൈറ്റീസും അർബൻ സൊസൈറ്റീസ് എന്ന് പറയുന്ന അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സൊസൈറ്റീസിലെ മെമ്പേഴ്സ് അവർ 4/5, അതായത് 10 മെമ്പേഴ്സാണല്ലോ ഉണ്ടായിരുന്നത്, അതിൽ 8 മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അവരെ നമ്മൾ റൂറൽ സൊസൈറ്റീസ് എന്നാണ് അല്ലെങ്കിൽ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ
അർബൻ സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് റൂറൽ സൊസൈറ്റി ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി, വൈൽ ഇൻ ദ കേസ് ഓഫ് അർബൻ സൊസൈറ്റീസ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് കുഡ് ബി എയ്തർ ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ സൊസൈറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂറൽ സൊസൈറ്റി ആകാനുള്ള ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്: 4/5 മെമ്പേഴ്സ് ഓഫ് ദി അഗ്രികൾച്ചറിസ്റ്റ്. അതാണ്, അതായത് 10 മെമ്പേഴ്സിൽ 8 മെമ്പേഴ്സ് ആരായിരിക്കണം? അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ ആണ് ഫസ്റ്റ് ഓർമ്മയില്ല. 4/5 മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നമ്മൾ പറയുന്നത് എന്താണ്? റൂറൽ സൊസൈറ്റീസ് എന്നാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ റൂറൽ ആൻഡ് അർബൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ സൊസൈറ്റീസ് ആൻഡ് അർബൻ സൊസൈറ്റീസ് എന്നാണ് ക്ലാസിഫിക്കേഷൻ. ഒരു കോപ്പറേറ്റീവ്സ് അത് എങ്ങനെയാണ് അത് റൂറലാണോ അർബനാണോ എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു മെമ്പേഴ്സ് 10ൽ 8 പേര് അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അത് റൂറൽ സൊസൈറ്റിയും, ഇനി അങ്ങനെ അല്ലെങ്കിൽ അതെന്താണ്? അർബൻ സൊസൈറ്റിയാണ്. ഇനി റൂറൽ സൊസൈറ്റി ആണെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അർബൻ സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് തീരുമാനിക്കാം റൂറൽ ലിമിറ്റഡ് ആകണോ അൺലിമിറ്റഡ് ആകണോ എന്നുള്ള കാര്യം അതിലെ മെമ്പേഴ്സിന് ഓപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യത്യാസം, ഇമ്പോർട്ടൻ്റ്. അടുത്ത ആക്ട് വരുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്താണെന്നുള്ള കാര്യം. പിന്നെ വരുന്നത്, ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റി ഡിവിഡൻഡ് വേർ നോട്ട് ടു ബി പെയ്ഡ് ടു ദ മെമ്പേഴ്സ് ഇൻ ദ സർപ്ലസ് ഓഫ് ദ ഫണ്ട് വേർ ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ റിസർവ് ഫണ്ടാണ്. വെൻ ദിസ് ഫണ്ട് വുഡ് ഗ്രോ ബിയോണ്ട് ദ ലിമിറ്റ്സ് സെറ്റ് ബൈ ദ ആക്ട് എ ബോണസ് മൈറ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ലിമിറ്റഡ് റൂറൽ സൊസൈറ്റി ആണെങ്കിൽ, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള റൂറൽ സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയുടെ അവരുടെ ഫണ്ട്, അതായത് പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, ഡിവിഡൻ്റായിട്ട് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? അത് അവരുടെ ഡെപ്പോസിറ്റ് റിസർവ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ ഡെപ്പോസിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ പറയുന്ന ലിമിറ്റ്സിനേക്കാൾ കൂടുതൽ പോയാൽ, അതായത് അവരിപ്പോൾ പ്രത്യേക ലിമിറ്റ് പറയുന്നുണ്ട്, ആ ലിമിറ്റ്സിനേക്കാൾ ഓരോ സൊസൈറ്റിയുടെ നാച്ചറാണ് അത് പറയുന്നത്, ആ സൊസൈറ്റിയുടെ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർപ്ലസ് എമൗണ്ട് പോകുന്നതെങ്കിൽ, പ്രോഫിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റാണ്, സർപ്ലസ് എമൗണ്ട് പോകുന്നതെങ്കിൽ ആ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എക്സസ് വരുന്ന ഫണ്ടിനെ അവർക്ക് എന്ത് ചെയ്യാം? മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ അത് ബോണസ് എന്ന പേരിലാണ് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഒരിക്കലും ഡിവിഡൻഡ് എന്നുള്ള രൂപത്തിലല്ല. അതായത് ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്തില്ല? ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഇല്ല. റൂറൽ സൊസൈറ്റി ആണെങ്കിലും ഇല്ല, അർബൻ സൊസൈറ്റി ആണെങ്കിലും ഇല്ല. ഇനി അർബൻ സൊസൈറ്റീൻ്റെ കേസിൽ പറയുന്നത് ഇതാണ്: നോ ഡിവിഡൻഡ് വുഡ് ബി പെയ്ഡ് ടു ദ മെമ്പേഴ്സ് in the case of urban societies until 1/4 of the profit in the year had to be deposited in the reserve fund. അവിടെയും അർബൻ സൊസൈറ്റീസിൽ ഡിവിഡൻഡ് കൊടുക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റിൻ്റെ 25%, അതാണ് കറക്റ്റ്, 1/4 അർബൻ അണ്ടിൽ 1/4 ഓഫ് ദ പ്രോഫിറ്റ് ഇൻ ദ ഇയർ ഹാഡ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ദി റിസർവ് ഫണ്ട്. അതായത് റിസർവ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? അർബൻ സൊസൈറ്റിയിലെ 1/4 ഫണ്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള കേസാണ്. ഇനി നെക്സ്റ്റ് കേസ് പറഞ്ഞാൽ ലോൺ കുഡ് ബി അഡ്വാൻസ്ഡ് ഓൺലി ദ മെമ്പേഴ്സ്. അത് മേലെ നമ്മൾ പറഞ്ഞിരുന്നു, അത് വീണ്ടും പറയാണ്. ലോണ് മെമ്പേഴ്സിന് മാത്രമേ ലോണ് കൊടുക്കും. അവർക്ക് തന്നെ ആക്റ്റിൽ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ലിമിറ്റ് ഉണ്ട്, എത്രയാണ് ലോണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അതേപോലെ ക്രെഡിറ്റ് സൊസൈറ്റി വേർ ടു ബി എക്സംപ്റ്റഡ് ഫ്രം ദ ഫീസ് ആൻഡ് ടാക്സ് ആണ്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെ മറ്റ് ഗവൺമെൻറ് ഫണ്ട് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മുദ്രപത്രമൊക്കെ ആയിട്ട് കൊടുക്കുന്നില്ലേ, അങ്ങനെ അതിന് ഡോക്യുമെൻറ്റേഷൻ ഫീസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സിൽ നിന്നും ഫീസിൽ നിന്നൊക്കെ ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്തായിരിക്കും? എക്സംപ്റ്റഡ്. അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ സൊസൈറ്റീസ് ഇൻകം ടാക്സ് അങ്ങനത്തെ ഒരു കേസ്, രജിസ്ട്രേഷൻ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇൻകം ടാക്സ് അങ്ങനെയുള്ള ഒരു ഫീസും എന്ത് ചെയ്യേണ്ട? ഈ ഒരു കോർപ്പറേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മളത് നോട്ട് ചെയ്യാത്ത കുറച്ച് പോയിൻറ്റ്സും കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ നോട്ട്സിൽ എഴുതി വെക്കണം. അതിൻ്റെ കൂടെ സൈഡിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 10ാമത്തെ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ സൊസൈറ്റീസ് വേർ വെരി ലിമിറ്റഡ് ആൻഡ് സ്മോൾ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, വെരി സ്മോൾ ആണ്. അതായത് ആ വില്ലേജ്, ആ 10 പേരുള്ള വില്ലേജ്, 10 മിനിമമാണ്, അതിൽ കൂടുതൽ എത്ര പേരും ആകെ, ആ മിനിമം ആ വില്ലേജ് മാത്രമായിരിക്കും ആ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം എന്താവും പോസിബിൾ ആകുന്നുള്ളൂ എന്നുള്ള കേസാണ്. നെക്സ്റ്റ് കേസ് വരുന്നതാണ് ദ ക്യാപിറ്റൽസ് നമ്മൾ മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കെ മെമ്പേഴ്സിൻ്റെ ക്യാപിറ്റൽ മറ്റ് അറ്റാച്ച്മെൻറ്റുകളിൽ നിന്ന് എക്സംപ്റ്റഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നഷ്ടം വന്നിട്ട് നമുക്ക് അയാളുടെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, ഡെപ്റ്റ് നമ്മൾ കടം വീട്ടേണ്ടി വരും. അതാണ് ഇൻഡെപ്റ്റ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സംഭവം. ഗവൺമെൻറ് നിങ്ങൾ ഇൻസോൾവൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ അയാളുടെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നമ്മൾ മെമ്പറാണെങ്കിൽ നമ്മളവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ വേറെ ഏതെങ്കിലും മറ്റൊരാൾക്ക് മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കടം വീടാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് ആ ഒരു കേസ് പറയുന്നത്. എന്താണ്, അറ്റാച്ച്മെൻറ്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. അതിൻ്റെ കേസ് പറയുന്നത് ഇതാണ്, ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ എ സൊസൈറ്റി വാസ് എക്സംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ് ഫോർ ഹിസ് ഡെപ്റ്റ്സ് ഡ്യൂ ടു അതേഴ്സ്. അതാണ് പോയിൻറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് വൈഡ് പവർ വേർ ഗിവൺ ടു എ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റഡ് ബൈ ഈച്ച് പ്രൊവിൻസ് ഫോർ ദ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻസ് ഓഫ് ദ സൊസൈറ്റി. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് ഒരു കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻസ് രജിസ്ട്രാറുടെ കീഴിലാണ് എന്നുള്ളത്. പക്ഷെ അയാൾക്ക് വൈഡ് പവറാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ ആൻഡ് ഫോർമാലിറ്റീസ് ഓഫ് ദ റിലേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അണ്ടർടേക്ക് ബൈ ദ രജിസ്ട്രാർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ദാറ്റ് പ്രൊവിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആ രജിസ്ട്രാർക്ക് ഒരുപാട് വൈഡ് പവറാണ്. അപ്പോൾ രജിസ്ട്രാറാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും പറയുന്നതൊക്കെ ഈ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ആക്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ് പറയുന്നത് ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമാണ് ഇതിനകത്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന റൂറൽ ഏരിയ ആൻഡ് അർബൻ ഏരിയ എന്നുള്ളതാണ്. അതൊരു സയൻറ്റിഫിക് മെത്തഡല്ല. ഒരേ നാട്ടിൽ തന്നെയുള്ള 10 മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ 10 മെമ്പേഴ്സിൽ 8 ആൾക്കാർ അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അത് റൂറൽ സൊസൈറ്റി എന്നും, അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അതിൻ്റെ തൊട്ടടുത്തൊരു വില്ലേജ് തന്നെയാണെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സ് നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അതിന് അർബൻ സൊസൈറ്റി എന്നാണ് പറയുക. അപ്പോൾ റൂറൽ ആൻഡ് അർബൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അൺസയൻറ്റിഫിക് ആയിട്ടാണ് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ നടത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് വെരി ഷോർട്ടാണ്. അതുപോലെ എന്താണ്, മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ മെമ്പേഴ്സിന് മാത്രമേ ലോൺസ് കിട്ടൂ, ഇനി മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇങ്ങനെ പറയുന്ന കുറേ ലിമിറ്റേഷൻസ് ഈ ഒരു ആക്ടിനുണ്ട്. നിങ്ങളതിൻ്റെ ശേഷം ലിമിറ്റേഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ട് നിലവിൽ വന്നപ്പോൾ 1904 അത് നിലവിൽ വന്നത്. 1900 മാർച്ച് 15 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ 1904 ആ ആക്ട് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ കീഴിൽ എന്ത് ചെയ്തു, ഒരുപാട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ നിലവിൽ വന്നിരിക്കുന്ന സൊസൈറ്റി, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അത്ര സക്സസീവ് അല്ല. അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞിരുന്നു. ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയതുകൊണ്ട് ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്, ഇത് ഗവൺമെൻറ്റിന് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളത്. പിന്നെ ഇത് പറയത്ത കുറച്ച് ലിമിറ്റേഷൻസും വന്നതോടുകൂടി, അതായത് എന്താണ്, ലീഗൽ പ്രൊട്ടക്ഷൻസ് സൊസൈറ്റീസിനില്ല, ക്രെഡിറ്റ് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ, ഒരു വില്ലേജിൽ തന്നെയുള്ള ആൾക്കാർ
ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അതുപോലെ തന്നെ ഇതിനൊരു ഫെഡറൽ സിസ്റ്റം ഇല്ല, ഒരു സെൻട്രൽ ഏജൻസിയോ അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റം ഇല്ല. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു ഫെഡറൽ സിസ്റ്റമോ അതിനുള്ള ഹെൽപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലോണായിട്ട് മാത്രമേ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പോലെ ക്ലാസിഫിക്കേഷൻ റൂറൽ ആൻഡ് അർബൻ എന്നുള്ളത് ഒരു അൺസയൻറ്റിഫിക് മെത്തേഡായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന കുറേ ലിമിറ്റേഷൻസും ഈ ഒരു ആക്ടിനുള്ളതുകൊണ്ട് ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. ആ ആക്ടാണ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2 എന്നാണ് അതറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് നമുക്ക് നെക്സ്റ്റ് ലെസൺസിൽ പറയാം. അപ്പോൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1944 അതിൻ്റെ ഏർലി മൂമെൻറ്റ്സ്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു വർഷം ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിൽ കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഏതോ 2 വർഷം മുമ്പിട്ട് കോപ്പറേറ്റീവിൻ്റെ ക്രെഡിറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളൊരു 3 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അന്നേരം ആ ബ്രിട്ടീഷ് സാഹചര്യവും നമ്മുടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഡിസ്കസ് പറയേണ്ടത്. ഇനി അതിന് ശേഷം പിന്നെ ടെക്കാവി ലോസിൻ്റെ ശേഷം ഫെഡറിക് നിക്കോൾസൻ്റെ റിപ്പോർട്ട്, അതിനുശേഷം ഫാമിംഗ് കമ്മിറ്റി റിപ്പോർട്ട്സ്, ഇത്രയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലാക്കിയിട്ട് നമ്മൾ തന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ കോമൺ എസ് എ ആയിട്ട് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ട് അത്ര രീതിയിലൊന്നും എഴുതണ്ട. കാര്യം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇതിൽ ബ്രിട്ടീഷ് റൂൾസിൻ്റെ പോരായ്മകളും നമ്മുടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുള്ള ഒരു ബ്രീഫായിട്ടൊരു സമ്മറൈസ്ഡ് സാധനം എഴുതിയിട്ട് പിന്നെ ടെക്കാവി ലോസിൻ്റെ റീസൺസും പിന്നെ ഫെഡറിക് നിക്കോൾസൻ്റെ റിപ്പോർട്ടും ഫാമിംഗ് കമ്മിറ്റി റിപ്പോർട്ടും പിന്നെ 1904ഉം 1912ഉമാണ് എസ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ 9 പോയിൻ്റാണ് നിങ്ങളെ നോട്ട്സ് തന്നത്. അത് മേജർ, അതിനോ തന്നെ ബാക്കി വരുന്ന ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 4 പോയിൻറ്റ്സ് അതിൻ്റെ താഴെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് അത് വരുന്നത്. പക്ഷേ നോട്ട്സിൽ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ പോയിൻറ്റ്സ് കൂടുതൽ വേണം. അപ്പോൾ 13-14 പോയിൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ അഡീഷണലായിട്ട് ഞാൻ പോയിൻറ്റ്സ് വന്നത്. അപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ അത് നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നും കൂടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതാണ് ഡിസ്കഷൻസിൻ്റെ ഫസ്റ്റ് മാറ്റേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ജസ്റ്റ് കമൻറ്റ്സ് ഇടണം, ടൈപ്പ് ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് പറഞ്ഞാൽ മതി. കോമൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.